എഗ്ഗ് മസാലപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് സവാള ഇട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. സവാള വഴറ്റി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതാക്കി കട്ട് ചെയ്ത തക്കാളി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു കോഴിമുട്ട ഇതിലേക്ക് കൊത്തി പാർന്ന് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി സ്റ്റൗ ഓഫാക്കി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ പുട്ടുപൊടി ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതുപോലത്തെ ഒരു ചെറിയ പാത്രം എടുത്ത് അതിലേക്ക് നേരത്തെ കുഴച്ച് വെച്ച ആ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇഡ്ഡലി തട്ടിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇനി ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് മസാലപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്.